ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നൊക്കെയാ ആൾക്കാർ പറന്നു വരുന്നതെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് വന്നൊരു ടീമാണ് കേട്ടോ ഇവർ. എൻ്റെ അപ്പച്ചിയുടെ മോളാണേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു നൈറ്റ് റൈഡ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ചധികം കസിൻസ് എനിക്കുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പോയി അടുത്തടുത്തുള്ളവരെയൊക്കെ ഒന്ന് പോയി സർപ്രൈസ് ചെയ്യിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂട്ടറിൽ ഇറങ്ങുവാണ് കേട്ടോ. സ്കൂട്ടറിൽ കയറി വലിയ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഇച്ചിരി പാടുപെട്ട് കേട്ടോ കയറാനായിട്ട്. അങ്ങനെ എന്തായാലും ഫൈനലി ഞാനത് സാധിച്ചെടുത്തു. കുറച്ച് കസിൻസൊക്കെ നമ്മുടെ വീടിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കൂട്ടറിൽ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ ഓരോരോ വീടുകളിൽ ചെന്ന് ഓരോരുത്തരെയും സർപ്രൈസ് ചെയ്യിക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. എന്താവുന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. സ്കൂട്ടറിൽ യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്ത് രസമല്ലേ. ഞാൻ അങ്ങനെ വളരെ കുറച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബൈക്കിലും സ്കൂട്ടറിലൊക്കെ ഞങ്ങൾ പോക്ക് കുറവാണ്. മക്കളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും കാറിലാണ് പോകാറുള്ളത്. പക്ഷേ കാറിനേലും ഫാർ ബെറ്ററാണ് കേട്ടോ സ്കൂട്ടർ. അങ്ങനെ ഒരാളുടെ വീട്ടിലോട്ട് എത്തി. അവിടെ ചെന്ന് പടപടാന്ന് ഹോൺ അടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ അപ്പച്ചി പുറത്തിറങ്ങി വന്നു. പുറകെ രണ്ടെണ്ണം ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസായിട്ട് അവരിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ ചെന്ന് അവിടെ കുറേ ബഹളവും അലമ്പുമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ പോകാനിറങ്ങിയപ്പം ഞങ്ങളും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ച് രണ്ടെണ്ണവും നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പച്ചിയുടെ കൈയും കാലും ഒക്കെ പിടിച്ച് ഞങ്ങളും പൊക്കോട്ടെ എന്ന് ചോദിച്ച് രണ്ടുപേരും നിന്ന് കെഞ്ചുന്ന സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഒപ്പം തന്നെ അവരും വന്നു കേട്ടോ. പിന്നെ ഒരു സെൽഫിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നത് അടുത്ത അപ്പച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. ഇങ്ങനൊരു റൈഡ് പോകണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂട്ടറിൽ ഇങ്ങനെ പോകുന്നതിനെ പറ്റി ഞങ്ങൾ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ ഇന്ന് വരെ അത് നടന്നിട്ടില്ലായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ സ്ഥലത്തെത്തിയപ്പോൾ അടുത്ത ആളും സർപ്രൈസ്ഡായി. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വാചകവടിയൊക്കെ നടത്തിയപ്പോൾ ഞാനും വരുന്നടി എന്നും പറഞ്ഞ് ഞങ്ങളുടെ പുറകെ പുള്ളിക്കാരിയും ഇറങ്ങി കേട്ടോ. അവിടുന്ന് ഞങ്ങൾ 3 സ്കൂട്ടറിലായിട്ട് പോകുന്നത് അടുത്ത അപ്പച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. ഇവിടെയാണ് ലാസ്റ്റ്. ഇനിയുള്ളവരൊക്കെ ഇച്ചിരി ദൂരെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടം കൊണ്ട് ഞങ്ങൾ നിർത്തുവാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ ഭക്ഷണം കഴിപ്പെല്ലാം കഴിഞ്ഞ് കിടക്കാനുള്ള പരിപാടി നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ കണ്ടപ്പോൾ വണ്ടടിച്ച് നിൽക്കുമായിരുന്നേ. നീ വരുമെന്ന് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എന്നോട് പറയുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഹിറ്റാത്തയുടെ മോനാണ് ഇവൻ എന്നെ നിന്ന് കളിയാക്കി ഒരു പരുവാക്കി കേട്ടോ. എനിക്ക് അടുത്ത വർഷത്തെ ബെസ്റ്റ് റീലിനുള്ള അവാർഡ് എനിക്ക് കിട്ടുമെന്നൊക്കെയാണ് ഇവൻ പറയുന്നത് കേട്ടോ. അങ്ങനെ അവരും ഞങ്ങളുടെ കൂടെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 വണ്ടിയിലായിട്ട് ഒരു വിടൽ അങ്ങ് വിടുവാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഗേൾസ് ട്രിപ്പ് പോകണമെന്നൊക്കെ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളതല്ലേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ എല്ലാവരുമായിട്ടൊന്ന് മീറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. മനസ്സിൻ്റെ ഒരു സന്തോഷമൊക്കെ കിട്ടും. അങ്ങനെ എന്തായാലും ഇന്നലെ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ഈ പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. അപ്പം മിസ് ചെയ്യാതെ അടുത്ത പാർട്ടും കണ്ടോളൂ. ഇപ്പോൾ പോയിട്ട് വരാം. ഓക്കെ, ബൈ.